ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് പിരളിയിൽ പരമേശ്വരൻ നമ്പൂതിരി, സനാതന പുരോഹിത സമാജം സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഇന്നലെ തന്ത്രിമാർ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൻ്റെ ന്യൂസ് കണ്ടിട്ട് പല ആൾക്കാരും എന്നെ വിളിക്കുകയുണ്ടായി. വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണോ എന്നതാണ് എന്നോടുള്ള ചോദ്യം. തന്ത്രസമുച്ചയത്തിൽ ഇത് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. തന്ത്രസമുച്ചയം 11-ാം പടലത്തിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. മരമാണെങ്കിൽ കത്തിക്കണമെന്നും അതുപോലെ ലോഹമാണെങ്കിൽ ഉരുക്കി ദാനം ചെയ്യണമെന്നും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ശിലയാണെങ്കിൽ നിമജ്ജനം ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിനുള്ള വിധികൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തന്ത്രി സമൂഹത്തിലുള്ള ആൾക്കാർ അവരെ ഈ തരുണത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി അഭിപ്രായം പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും കാലം ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ മൗനം ദീക്ഷിക്കുന്നവർ മുന്നോട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിനുള്ള കാരണം അവർ സൂചിപ്പിക്കുകയുണ്ടായി. ഇതുപോലെയുള്ള സാധനങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിലുണ്ട് എന്ന് അവർ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇത് രാജീവ് തന്ത്രിക്കും അവകാശപ്പെട്ടതാണ് എന്നവർ സ്ഥാപിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് അവർ പറയുകയുണ്ടായി, ഹൈക്കോടതി ഇത് അംഗീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഹൈക്കോടതി വിധിയുണ്ട് പോലും ഇങ്ങനെയുള്ള അവകാശങ്ങൾ അംഗീകരിക്കുന്നുവെന്ന്. അങ്ങനെയുണ്ടെങ്കിൽ ഹൈക്കോടതി വിധിയെ എല്ലാവരും മാനിക്കണം എന്നാണ് അവർ പറയുക. തന്ത്രസമുച്ചയപ്രകാരം അതിലെ നിയമങ്ങൾ കേട്ടിട്ടാണ് കോടതി ചെയ്തതെന്ന് പറയുന്നു. ഇനിയും ആ പുസ്തകത്തെ സംബന്ധിച്ച് പറയാനുള്ളത് ശ്രദ്ധിക്കണം. 14-ാം നൂറ്റാണ്ടിന് മുമ്പ് നിലനിന്ന താന്ത്രിക കർമ്മങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ സാഹചര്യത്തിലുണ്ടായ നിയമങ്ങളും അനുസരിച്ചിട്ടാണ് ഈ താന്ത്രിക ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ആ താന്ത്രിക ഗ്രന്ഥത്തിന് അംഗീകാരം കൊടുത്താൽ ഇന്ന് മറ്റ് ജാതിയിൽപ്പെടുന്ന ആൾക്കാർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് പോലും തെറ്റാണ്. അതുപോലെ തന്നെ അവർക്ക് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതും തെറ്റാണ്. അവരെ തന്ത്രം പഠിപ്പിക്കുന്നതും വേദങ്ങൾ പഠിപ്പിക്കുന്നതും ഒക്കെ തെറ്റാണ്. ഇത് കോടതി അംഗീകരിക്കുന്നുണ്ടോ? അതോ അതിലെ ഏതാനും ലൈൻ മാത്രമാണോ അംഗീകരിക്കുന്നത്? ഇത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് കോടതിയുടെ ശ്രദ്ധയ്ക്കും വരേണ്ടതാണ്. നമുക്കിപ്പോൾ അപ്പീൽ കോടതിയിൽ പോകാനുള്ള സാധ്യതയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് കോടതിയുടെ ഒരു തീരുമാനം ഉണ്ടായാൽ പോലും ഇത് ഞങ്ങളുടെ അവകാശമായിട്ട് സ്ഥാപിക്കാൻ പാടില്ല. ഇനിയും പോട്ടെ, ഈ ഗ്രന്ഥത്തെ നിങ്ങൾ അടിസ്ഥാനമായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന തന്ത്രിമാരുടെ ഗുണങ്ങൾ ഉള്ള എത്ര തന്ത്രിമാരുണ്ട്? വേദപഠനം സാധിച്ചിട്ടുള്ള തന്ത്രിമാർ എത്ര പേരിന്ന് ഉണ്ട്? അതുപോലെ തന്നെ തപസ്സുള്ള തന്ത്രിമാർ എത്ര പേരുണ്ട്? ദാനാദിധർമ്മങ്ങളിൽ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നവർ എത്ര പേരുണ്ട്? ഇതൊക്കെ ഗുണമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ ചെയ്യാതെ ഇങ്ങനെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്നത് എത്രമാത്രം ശരിയാണ്? ഇന്ന് ഏതൊരു ജോലി നേടണമെങ്കിലും അതിന് ചില യോഗ്യതകളുണ്ട്. ജന്മം കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒരു സ്ഥാനമായിട്ട് തന്ത്രിസ്ഥാനത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഈ തന്ത്രിമാരിൽ പലരും. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തോളുക, അടിസ്ഥാനമാക്കി. എന്നാൽ അവകാശങ്ങൾ വാദിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥം നമ്മുടെ ഭരണഘടനയാണ്. ഭരണഘടനാ നിയമങ്ങൾക്ക് അനുയോജ്യമായ തീരുമാനങ്ങൾ മാത്രമേ ഇവിടെയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് തന്ത്രവിദ്യാപീഠം മറ്റ് ജാതിക്കാർ നടത്തുന്നത് തെറ്റാണ് എന്ന് ഹൈക്കോടതിയോട് പറഞ്ഞപ്പോൾ ജാതീയമായിട്ട് തന്ത്രവിദ്യാപീഠം കൊടുക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല എന്നവർ സൂചിപ്പിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ മലയാള ബ്രാഹ്മണരാണ് ശബരിമലയിൽ പൂജ ചെയ്യേണ്ടതെന്ന് പറയുന്നു. തന്ത്രി മലയാള ബ്രാഹ്മണനല്ലല്ലോ, വേറെ സ്ഥലത്തുനിന്ന് വന്നതല്ലേ. അതുമാത്രമല്ല, അവർ പറഞ്ഞു ശബരിമല തന്ത്രിയിൽ ഒരാൾ അഗ്നിശുദ്ധി ചെയ്ത് പുണ്യ വന്നു. മോഹനരെ പറ്റിയാണ് പറഞ്ഞത്. കോടതി അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുക. കോടതിയിലൂടെ അഗ്നിശുദ്ധി. കോടതിയുടെ നിയമം എന്താ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്.
അതുകൊണ്ട് കോടതിയിൽ തെളിവുകളില്ലെങ്കിൽ പലപ്പോഴും കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ പിന്നീട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുകയല്ല, തന്ത്രിയായിട്ട് പ്രവേശിപ്പിക്കാതിരുന്നത്. ഇനി അതുമാത്രമല്ല, അദ്ദേഹത്തിന് അയ്യപ്പനോട് ബാധ്യതയുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധാരണ ഒരു ഭക്തനായിട്ട് അവിടെ പോയിക്കൂടാ? എത്ര പ്രാവശ്യം അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്? ഇത് നമ്മൾ ആലോചിക്കണം. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് തന്ത്രി സമാജം അല്ലെങ്കിൽ തന്ത്രി സമൂഹം അതിന് മറുപടി പറയേണ്ടതുണ്ട്. അതുമാത്രമല്ല, കിട്ടുന്ന അവകാശങ്ങൾ വളരെ ചെറിയൊരു തുകയാണ് ഞങ്ങൾക്ക് കിട്ടുന്നതെന്നാണ് അവർ പറഞ്ഞത്. തുകയനുസരിച്ചിട്ടാണോ ഭഗവാൻകൽ പൂജ ചെയ്യേണ്ടത്? അത് നമ്മൾ മനസ്സിലാക്കണം. തന്ത്രിമാരുടെ ഗുണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദേവനും തന്ത്രിയും തമ്മിലുള്ള ബന്ധം എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കോടതികളിൽ പല തീരുമാനങ്ങളും ഉണ്ടാകാറുണ്ട്. ആ കോടതി തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടാണ് പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അതിന് വിരുദ്ധമായിട്ടാണ് 2012 ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം ഉണ്ടായത്. വാജിവാഹനം പോലെയുള്ള ക്ഷേത്ര സ്വത്തുക്കൾ തന്ത്രിമാർക്ക് അവകാശപ്പെട്ടതല്ല എന്ന ഒരു ഓർഡറുണ്ട്. ആ ഓർഡർ നിലനിൽക്കുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ ശബരിമലയിൽ തന്നെ അത് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓർഡറുകൾ തെറ്റിച്ചുകൊണ്ട് കൊടുത്തതിനെ കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി. സത്യത്തിൽ കാലത്തിനനുസരിച്ച് അങ്ങനെയല്ലേ വേണ്ടത്? ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബ്രഹ്മസ്വം 2 തരത്തിലുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ സ്വത്ത് മറ്റാരും കൊണ്ടുപോകരുതെന്നാണ് പുരാണങ്ങളിലൊക്കെ പറയുന്ന. ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ മറ്റുള്ളവരെ അവകാശപ്പെട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അവർ ദേവൻ്റെ സ്വത്തുക്കൾ കൊണ്ടുപോയാൽ അവർ അടുത്ത ജന്മം പട്ടിയായിട്ട് ജനിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ജനിക്കുമെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം, അത് തെറ്റാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഒരു കാലത്ത് ഭൂമിയുടെ അവകാശം ബ്രഹ്മസ്വം ദേവസ്വം എന്ന തരത്തിലായിരുന്നു. ബ്രാഹ്മണർക്കും ക്ഷേത്രത്തിനുമായിരുന്നു ഭൂമിയുടെ അവകാശം ഉണ്ടായിരുന്നത്. ഇന്നങ്ങനെയല്ല, സ്വകാര്യ സ്വത്തവകാശമുള്ള കാലഘട്ടമാണ്. ഒരു കാലഘട്ടത്തിൽ റോഡിലൂടെ പോലും അയിത്തവും അനാചാരവും നിലനിർത്തിയിരുന്ന കാലം. ഇന്നതൊക്കെ മാറി. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ഗ്രന്ഥം, ഈ ഗ്രന്ഥം അനുസരിച്ചിട്ട് മുന്നോട്ട് പോയാൽ ഈ അയിത്തവും അനാചാരവും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണിത്. ആ ഗ്രന്ഥത്തിലെ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. അത് കോടതിയും അംഗീകരിച്ചു, ഈ ഗ്രന്ഥത്തെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. ഒന്നുകിൽ കോടതിയും അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. തന്ത്രസമുച്ചയത്തിലെ അവകാശങ്ങളും അധികാരങ്ങളും അംഗീകരിച്ചിട്ടില്ല കോടതി. അത് നമ്മുടെ നിയമ സംഹിതകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, സാമൂഹ്യ നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇക്കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നത് ശരിയല്ല. അതുമാത്രമല്ല, മോഹൻലാൽ തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം തെറ്റുകാരനാണ്. ഈ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും അതിൽ 1000-ൽ ഒരുവനാണ് അദ്ദേഹം എന്ന് സമൂഹത്തിന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണ് അവിടെ ദേവസ്വം ബോർഡ് അത് അംഗീകരിക്കാതിരിക്കുന്നത്, അദ്ദേഹത്തെ അവിടേക്ക് തന്ത്രിയായിട്ട് നിയമിക്കാതിരിക്കുന്നത്. എന്നാൽ ഹിന്ദു സമൂഹം ഇന്നും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഹിന്ദു സമൂഹവും അത് തിരിച്ചറിയണം. തെറ്റ് ചെയ്യുന്ന ആചാര്യൻ, ഉന്നത സ്ഥാനത്തിരിക്കുന്നവൻ കാണിക്കുന്ന ചില തെറ്റുകൾ അത് ആധ്യാത്മിക മേഖലയിൽ വളരെ കുഴപ്പമുള്ളതാണ്. അങ്ങനെയുള്ളവരെ സമൂഹം മാറ്റി നിർത്തണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള ആർജവം സമൂഹത്തിനുണ്ടാവണം, അതിനുള്ള തൻ്റെ ഇടം സമൂഹത്തിനുണ്ടാകണം. അതാണ് തന്ത്രവിദ്യാപീഠത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായത്. മാധവജി എല്ലാവർക്കും തന്ത്രത്തിന് അവകാശമുണ്ടെന്നും വിദ്യയ്ക്ക് അവകാശമുണ്ടെന്നും സ്ഥാപിച്ചുകൊണ്ടാണ് ഈ തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചത്. അവിടെ പോലും നാളെ നോക്കി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യുക, അവിടെ അഡ്മിഷൻ കൊടുക്കുന്ന ഒരു രീതി ഇന്നും നിലനിൽക്കുന്നു. അത് ശരിയാണെന്ന് അവർ വാദിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. ഇവിടുത്തെ ട്രഡീഷണൽ തന്ത്രിമാരൊക്കെ എല്ലാവരും നാളെ നോക്കിയിട്ടാണോ അവകാശങ്ങൾ കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അങ്ങനെയുള്ളവർക്കിവിടെ യോഗ്യതയുണ്ട്. അതുമാത്രമല്ല, ഇന്ന് നിലനിൽക്കുന്ന തന്ത്രിമാർ അവർക്ക് എത്ര പേർക്ക് തപസ്സുണ്ട്,
എത്ര പേർക്ക് വിദ്യായോഗ്യതയുണ്ട്, എത്ര പേർക്ക് വേദങ്ങളറിയാം, എത്ര പേർക്ക് സംസ്കൃതം അറിയാം. ഇതൊന്നുമില്ലാത്തവർ, ഇതൊക്കെ അറിയുന്നവർ പുറത്തു നിൽക്കുകയാണ്. അവർക്ക് യാതൊരു അംഗീകാരവും കൊടുക്കാത്ത ഒരു ഹിന്ദു സമൂഹമാണ് നമുക്കുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് നമുക്ക് ചിന്തകൾ വേണ്ടത്. ഇന്ന് തന്ത്രി സമാജം ഒരുമിച്ച് ചേർന്നതുപോലെ, തന്ത്രിമാർ ഒരുമിച്ച് ചേർന്നതുപോലെ മറ്റ് ആചാര്യ സമൂഹത്തെയും യോജിപ്പിച്ചുകൊണ്ട് കാലഹരണപ്പെട്ട തീരുമാനങ്ങൾ മാറ്റി നമ്മുടെ ആചാരങ്ങളിൽ പരിഷ്കാരം വരുത്താനായിട്ടുള്ള തൻ്റെ ഇടമാണ് നമ്മൾ കാണിക്കേണ്ടത്. അതിന് നേതൃത്വം കൊടുക്കേണ്ടതാരാണ്? പന്തളം കൊട്ടാരം പോലെ, തിരുവനന്തപുരം കൊട്ടാരം പോലെയുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഇവിടുത്തെ സന്യാസി സമൂഹങ്ങൾ, ഹിന്ദു സംഘടനകൾക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കും. അവർ മുന്നോട്ട് വരേണ്ടതുണ്ട്. കാലഹരണപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റുകയും സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിൽ മറ്റ് വിഭാഗങ്ങൾ, മറ്റ് മതങ്ങളെക്കാളൊക്കെ ഔന്നത്യമുള്ള ഒരു ധർമ്മവും സംസ്കാരവുമാണ് നമ്മളുടേത് എന്നും നമുക്ക് ബോധ്യപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്. നമ്മുടെ ക്ഷേത്രങ്ങളെ എല്ലാം കൊള്ളയടിക്കുകയാണ്. ഈ കൊള്ളയടിയിൽ നിന്ന് ഈ ക്ഷേത്രത്തെ മുക്തമാക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകൾ, അതിനെ വഴി തുറക്കാൻ ധർമ്മശാസ്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതായാലും തന്ത്രി സമാജവും തന്ത്രിമണ്ഡലവും ഒക്കെ ഈ ഒരു തരുണത്തിലെങ്കിലും അവകാശങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒരുമിച്ച് ചേർന്നല്ലോ. ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും അവരെ ഒരുമിച്ച് ചേരട്ടെ, അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കി തീർക്കട്ടെ. എല്ലാ ബ്രാഹ്മണ സമൂഹത്തെയും അതുപോലെ തന്നെ തന്ത്രി സമൂഹത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പരിവർത്തനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.